ഒന്നുമില്ല, അങ്ങനെ ബോധപൂർവ്വം ഹൈപ്പ് കുറയ്ക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. എന്താ അധികമായിട്ടൊന്നും പറയുന്നില്ല. ഹൈപ്പ് കുറയ്ക്കണം, മനഃപൂർവ്വം ഹൈപ്പ് കുറച്ച് ഇട്ട് ഒന്നുമില്ല. ഇതാണ് സിനിമ. ഇത് ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ തമ്മിൽ സംസാരിച്ചതും ഇപ്പോൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കാണുന്നതും കേൾക്കുന്നതൊക്കെയാണ്. പിന്നെ ഇവർ ഭയങ്കരമായിട്ട് എല്ലാ പ്രൊമോഷനും എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്ന ഏറ്റവും കൂടുതൽ തവണ പറയുന്ന വാക്ക് വ്യത്യസ്തം എന്നാണല്ലോ. അത് ഇവർ പറയുന്നതേ ഉണ്ട്, വേറെ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, കുടുംബമായിട്ട് വന്ന് കാണാവുന്ന ഒരു സിനിമ, കുടുംബമായിട്ട് കണ്ടിരിക്കേണ്ട സിനിമ, ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ദിലീപേട്ടനോട് സംസാരിച്ചു, ദുരന്തങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ദുരന്തങ്ങൾ പോലും നമ്മളിലേക്ക് വരുമെന്ന് നമ്മൾ വിചാരിക്കില്ല. തങ്കമണി സംഭവം നമ്മൾ പണ്ടെങ്ങോ കുറേ പേരുടെ ജീവിതത്തിൽ നടന്നതായിട്ടാണ് കാണുന്നത്. ഇതിപ്പോഴും ആ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഭരണകൂട ഭീകരത, അധികാര ഭീകരത എന്നൊക്കെ പറയുന്ന ആ സാധ്യത എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് നിമിഷവും ഒരല പോലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിലേക്ക് വന്ന് കയറാം. അപ്പോൾ ഹൈപ്പ് അങ്ങനെ മനഃപൂർവ്വം കുറയ്ക്കൊന്നുമില്ല മോനെ. ഇതൊക്കെയാണ്. നമ്മളിപ്പോൾ 2018 എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നമ്മൾ കണ്ടറിയുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത ആൾക്കാരാണ്. ഇവിടുന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ആ സിനിമ. നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അതിൽ. പക്ഷെ അത് എങ്ങനെ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, അതിൽ പുതിയതായിട്ട് എന്താണ് ഉള്ളതെന്ന് അറിയാനുള്ള ജിജ്ഞാസ തന്നെയാണ് നമ്മളെല്ലാവരും ആ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത്. എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കറിയാവുന്ന റിയൽ ഇൻസിഡൻസ് ഇപ്പോൾ ഒരുപാട്, ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ ഉള്ളതിൽ വന്നപ്പോൾ നമ്മൾ ആ സിനിമ കാണാൻ എന്തുകൊണ്ട് ആ സിനിമ സക്സസ്ഫുൾ ആവുന്നു, നമ്മളെല്ലാവരും കൂടി അത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ 18 വർഷം മുമ്പ് നമ്മളിത് അറിഞ്ഞതാണ്. നമുക്ക് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് കാണാൻ പോകുന്നു, എന്താണ് ഇവർ ചെയ്തു വെച്ചേക്കണേ എന്നുള്ളത് അറിയാനുള്ള ജിജ്ഞാസയുണ്ട്. അതുപോലെ പക്ഷേ ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ റിയാലിറ്റിയും ഫിക്ഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിലെന്താ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ കേസ് കൊടുത്തതൊക്കെ. അദ്ദേഹത്തിന് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അത് കോടതിയിൽ എത്തിക്കുകയും കോടതി അത് സെൻസർ ബോർഡ് കാണട്ടെ എന്ന് തീരുമാനിക്കുകയും സെൻസർ ബോർഡ് കണ്ടപ്പോഴാണ് തങ്കമണി എന്നുള്ള പേര് ആ സിനിമയ്ക്ക് യോജ്യമാണ്, അത് മാറ്റുകയും വേണ്ട, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഈ സിനിമ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിന്, എന്ന് വെച്ചാൽ കേരളത്തിലെ നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ സ്ഥലത്ത് വന്ന ഒരു സങ്കടം അത് നമ്മൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തുയർത്തുകയും നമ്മൾ ഈ സിനിമ ആ ഗ്രാമത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അന്നും കാണാതെ കിടന്ന എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, എന്താണ് അവിടെ നടന്നത്, ആര് കാരണമാണ്, എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മൊത്തം കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അടിക്കുന്ന ഗൂഗിളിൽ ഉണ്ടാവില്ല. നമ്മുടെ ഈ സിനിമയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ ആ ജിജ്ഞാസ എന്ന് പറയുന്ന സാധനം തന്നെയാണ്, അത് മനുഷ്യന് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഏത് സിനിമ വരുമ്പോഴും ഈ സിനിമയിൽ എന്താണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഈ സിനിമ ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഒരു അവകാശവാദങ്ങളും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ കാണുക, ഇത് നമ്മൾ ഉണ്ടായ സംഭവമാണ്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കാണുക, അതേ നമ്മൾ പറയുന്നുള്ളൂ. ആദ്യം ഷൂട്ട് ചെയ്ത ഒരു ഓട്ടമാണല്ലോ, റബ്ബർ കാട്ടിലുള്ള 200 മീറ്റർ ഓട്ടമാണ്. അപ്പൊ ഈ സ്വയം ഒരു ജഡ്ജ്മെന്റില് ഈ പടത്തിൽ ഓടാനുള്ളതുണ്ട്, അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അല്ല, ഒരു സിനിമയ്ക്ക് ഞാൻ ഓടിയതുകൊണ്ടൊരു സിനിമ ഓടുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വല്ലാത്തൊരു റിസർച്ച്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാ? അതല്ല, അത് ആ കണ്ടൻറ്റ്, ആ സ്റ്റോറി എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ്. പിന്നെ ഈ കഥയിൽ ചില സ്ഥലത്തു നിന്ന് നമ്മൾ പറഞ്ഞിട്ട് ഓടേണ്ട അവസ്ഥകളുണ്ട്. അപ്പോൾ ഓടിയില്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിയുടെ പെരുന്നാളെന്ന് പറയുന്ന പല അവസ്ഥകളിൽ നമ്മൾ ചിലപ്പോൾ ഓടിയെന്നിരിക്കും. പ്രൊഡ്യൂസർ ഓടാതിരിക്കുക, പ്രൊഡ്യൂസർ ഡയറക്ടറെ ഓടിക്കാതിരിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് കാര്യം. രാവിലെ തന്നെ നിങ്ങളിങ്ങനെയൊന്നും പറയരുത്, എല്ലാ പടത്തിലും എന്നിട്ട് ഓടിക്കും, അങ്ങനെ ഇയാൾ ഓടുന്ന സിനിമയല്ല ഓടുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയരുത്. അത് ആ സിനിമ ആവശ്യപ്പെടുന്ന ഓട്ടോ നമ്മൾ ഓടുന്നുള്ളൂ. ഏത് കഥയും
നമ്മൾ സീരിയസ് ആയിട്ടൊരു സിനിമ ചെയ്തിട്ട് ഇതിലൂടെ നമുക്ക് എല്ലാവർക്കും വേണ്ടത് മനസ്സമാധാനമാണല്ലോ ബേസിക്കലി മനുഷ്യന്മാർക്ക്. അതെ 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 പടം കാണുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് മനസ്സമാധാനം. അതെ അതെ ഇവിടെ ഈയിടെയായിട്ട് ചെയ്യുന്നൊക്കെ കത്തിക്കുത്ത് വെടിയുണ്ട ബോംബ് പോലെ ഈ അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ ഇതിന് ഇപ്പം ബാന്ദ്രയ്ക്ക് തൊട്ട് മുമ്പ് വന്നത് കേശു വീടിൻ്റെ വോയിസ് ഓഫ് സത്യനാഥൻ. അത് നിങ്ങൾക്ക് സമാധാനം സന്തോഷമൊക്കെ ഇടയ്ക്ക് തന്നതല്ലേ. അടുത്തത് പവി വരുന്നുണ്ട്. ഇതില് സമാധാനത്തിന് പ്രശ്നം ഇതിന് ഒരു സമാധാനക്കേടുമില്ല, നീ പറഞ്ഞ ഒന്നും ഇതിലില്ല. അടി വെടി സംഗതികളൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ഇതിൽ ഒരു മാസ് അങ്ങനത്തെ സിനിമയല്ല ഇത്. ഇത് മനുഷ്യ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള നമുക്കെല്ലാവർക്കും കുടുംബമുള്ളതല്ലേ. അപ്പോൾ കുടുംബമുള്ള എല്ലാവരും കാണേണ്ട ഒരു സിനിമ എന്നുള്ളതാണ് ഇത്. അതാ നേരത്തെ പറഞ്ഞത്, ഏത് നിമിഷത്തിൽ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഒരു രാത്രിയിൽ നടക്കുന്നത്. അപ്പോൾ അത് പല ആൾക്കാരുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് നമ്മളെ വേട്ടയാടുന്നു എന്ന് പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ മനസ്സാവച്ചറിയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് എവിടേക്ക് എന്തൊക്കെ എപ്പോഴാണ് വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡൻ്റാണ്. പക്ഷേ ഇത് ഈ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയുടെ അനൗൺസ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളും ചർച്ച വന്നപ്പോഴാണ് പല ആൾക്കാരും അത് പോയി തങ്കമണി എന്താ നോക്കിയത്. അല്ലേ, ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ട് എന്താണെന്നുള്ളത് ഈ സിനിമയിലൂടെ നമ്മൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഈ കട്ടപ്പനയിലെ ഈ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഒരു 3-3.5 ഏക്കർ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ടൗൺഷിപ്പ് അതിനോട് മാച്ച് ചെയ്ത് നമ്മൾ സെറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അത് ചെയ്തതെല്ലാം മനോജ് ജഗതാണ്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ചൗധരി സാറിൻ്റെ സൂപ്പർ ഗുഡ് ഫിലിംസും അതുപോലെ തന്നെ റാഫിക്ക ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി എല്ലാം ഓർഗനൈസ് ചെയ്ത് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സുജിത്ത്, എല്ലാവരും ഈ സിനിമ ഗംഭീരമാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഇതിൻ്റെ വിജയമാണോ പരാജയമാണോ ഏത് രീതിക്ക് ഈ സിനിമ പോകുമെന്നും നമുക്കറിയില്ല. നമ്മൾ ഈ സിനിമയെ സത്യസന്ധമായി ഇതിനോട് നീതി പുലർത്തി ഈ സിനിമ കൊണ്ടുവരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചോദിച്ചോ. അല്ലേ, നമ്മൾ ടച്ച് ചെയ്തിരിക്കുന്ന കോൺട്രവേഴ്സി സബ്ജക്റ്റിൽ തന്നെയാണ്. കോൺട്രവേഴ്സി അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ കേസ് വന്നത്. ഇല്ലേ പിന്നെ അതൊന്നും വരില്ലല്ലോ. വളരെ സീരിയസ് ആയിട്ടൊരു ചോദ്യം പോയി പോക്കണ്ടോ. അപ്പോൾ അതെ, നമുക്ക് താഴെ പോകണ്ടേ? നമുക്ക് താഴെ പോകണമെന്നല്ല, നമുക്ക് എന്താണ് ഓഡിയോ റിലീസിന് പോകേണ്ടതെന്നാണ്. 6:30 വെച്ചിരുന്നതാണ്. അപ്പോൾ നിർത്താം നമുക്ക്. അല്ലല്ല, വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അവർ ഇത്രയും പേര് എല്ലാവരും കൂടി വന്നതല്ലേ. ഓ, അല്ല, അത് നേരത്തെ പറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി 3-3.5 വർഷമായിട്ട് ഇത് റിസർച്ച് ചെയ്യുകയും തങ്കമണി പ്രശ്നത്തിൽ അന്നത് അനുഭവിച്ച ആളുകളെ നേരിട്ട് കാണുകയും ഇതിൻ്റെ പേരിൽ തന്നെ നാട് വിട്ടുപോയ ആളുകളുമായിട്ട് സംസാരിക്കുകയും സേനയിൽ റിട്ടയർഡായ ആളുകളായിട്ട് സംസാരിക്കുകയും അന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിക്കുകയും അതിൽ എടുത്തു പറയേണ്ട ഒരു മാധ്യമപ്രവർത്തകൻ്റെ വേഷമാണ്. അതേ പേരിന് ചെറിയ വ്യത്യാസങ്ങൾ നടത്തിയിട്ടാണ് സിദ്ദിഖ വേഷം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇല്ലേ? അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വാല്യുബിൾ ഇൻഫർമേഷനും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെയാണല്ലോ. അത് തങ്കമണി സംഭവത്തെ അധികരിച്ച് മാത്രമല്ലല്ലോ നമ്മളത് ചർച്ച ചെയ്യണത്. അതൊരു വേറൊരു ഡിബേറ്റാണ് ഈ പറഞ്ഞ ഡെമോക്രസി എന്ന് പറയുന്നത്. എല്ലാ കാലത്തും ഈ പറഞ്ഞ വാക്ക് ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബ്രാക്കറ്റിനുള്ളിൽ നിൽക്കുന്നതാണ്. അതൊരു തങ്കമണി സംഭവം വെച്ച് നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന, അത് വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്നതേ അല്ല. ഡെമോക്രസി എന്ന വാക്ക് നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്ക് ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മുതലേ അത് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതൊരു വലിയ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എല്ലാ കാലത്തും അത് നമ്മുടെ ഡെമോക്രസിയെ നിയന്ത്രിക്കാനായി ചുമതലപ്പെടുത്തുന്നവർ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്
അത് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അത് തങ്കമണി വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സംതിങ് ഹ്യൂജ്. അത് എല്ലായ്പ്പോഴും അങ്ങനെയാണ്, താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ നിലയിലൊന്ന് ആലോചിച്ച് നോക്കൂ. താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണോ അത് വർക്ക് ചെയ്യേണ്ടത്, ഡെമോക്രസി വർക്ക് ചെയ്യേണ്ടതെന്ന്? അങ്ങനെയല്ല. പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ള ഈ തങ്കമണി സംഭവത്തെക്കുറിച്ച് പറയാനുള്ള കാര്യം, തങ്കമണി സിനിമയാകുമ്പോൾ നമ്മളെല്ലാവരും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഒരുപാട് ലേയേഴ്സുള്ള, ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു സംഭവമാണിത്. ഞാനിത് സിനിമയാക്കാൻ തീരുമാനിക്കുമ്പോൾ, നമ്മൾ സിനിമയാക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ആ സംഭവം എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം, ആ സംഭവത്തിൻ്റെ എന്ത് തിരഞ്ഞെടുക്കണമെന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ ആസ് എ ക്രിയേറ്റർ. ആ സ്വാതന്ത്ര്യം ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. തങ്കമണി സംഭവത്തിൻ്റെ കോർ അത് മാത്രമാണ് നമ്മൾ ഈ സിനിമയിൽ ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പിന്നീട് ഈ സംഭവം പലതരത്തിൽ സോഷ്യോ പൊളിറ്റിക്കലി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, അത് പൊളിറ്റിക്കലി വലിയ ടഗ് ഓഫ് വാറുകൾക്ക് വഴിവെക്കുന്നു. പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഇലക്ഷൻ ക്യാമ്പയിൻ ടൂളായി ഈ തങ്കമണി സംഭവം മാറുന്നു. അതിനും ശേഷം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒരുപാട് ലേയേഴ്സുള്ള, ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു വലിയ സംഭവമാണിത്. പക്ഷേ ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ മാത്രമാണ് ഞാൻ പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായിരിക്കില്ല ഇത്. മറിച്ച് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ആബേൽ ജോഷുവ മാത്തൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതവും അയാളുടെ കുടുംബവും അയാളുടെ ജീവിത പരിസരവുമാണ് നമ്മൾ പറയുന്നത്. ആ ജീവിത പരിസരം എന്ന് പറയുന്നത് തങ്കമണിയാണ്. അപ്പോൾ ഹ്യൂമൻ ഇമോഷൻസിനെ, മാനുഷികമായ വികാരങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തങ്കമണി ഇഷ്യൂവിലെ കോറായിട്ടുള്ള ആ സംഗതിയെ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അതിരടി പടമൊന്നും അല്ല, മാസ് അടി വെടി റോക്കറ്റ് ലോഞ്ചർ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്കില്ല. പറഞ്ഞില്ലേ, തങ്കമണി സംഭവം സിനിമയാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമെന്ന കാഴ്ചപ്പാടോടെ വരാതിരിക്കാൻ ശ്രമിക്കുക. ആ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന, ഒരു പരിധിവരെ വിക്കിപീഡിയയിൽ പോലും കാണുന്ന, അല്ലെങ്കിൽ മറ്റ് പലതിലും കാണുന്നതൊന്നും അല്ല നമ്മുടെ സിനിമയിലുള്ളത്. എനിക്ക് വയസ്സായിട്ടില്ല. പുറകെ വരും താമസിയാതെ. ഈ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞോട്ടെ.